ഈ മലയാള സിനിമ തുടങ്ങുമ്പോൾ സാധാരണ എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ടല്ലോ, ഇതിൽ കാണിക്കുന്ന കഥാപാത്രങ്ങളും സംഭവങ്ങളുമൊന്നും ജീവിച്ചിരിക്കുന്നവരോ നിലവിലുള്ളവരോ ആയ ഒരാളുകളുമായോ ഒരു സംഭവങ്ങളുമായോ യാതൊരു ബന്ധവുമില്ല. എന്നാൽ എന്തെങ്കിലും സാമ്യങ്ങൾ തോന്നുന്നത് യാദൃശ്ചികമല്ല എന്ന് പറയുന്ന ഒരു തലക്കെട്ടോടുകൂടി വേണം അങ്ങ് ബംഗ്ലാദേശിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയും വിലയിരുത്താൻ. അങ്ങനെ വിലയിരുത്തുമ്പോൾ ഈ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഈ സ്ത്രീയെ അല്ലെങ്കിൽ ഭരണാധികാരിയെ എന്തുകൊണ്ട് ആ രാജ്യം ആട്ടിപ്പായിച്ചു എന്നുള്ള ചോദ്യത്തിന് കൃത്യവും വ്യക്തവുമായ ഉത്തരം കിട്ടും. ആദ്യം തുടങ്ങേണ്ടത് ഇവരുടെ ഭരണകാലത്ത് അവിടുത്തെ ഹിന്ദു മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് തന്നെ ഉണ്ടായ പ്രയാസങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ അവിടെ ആരെയൊക്കെയോ ആക്രമിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു, അരാജകത്വം അരങ്ങുവാഴുന്നു എന്നൊക്കെ പറയുമ്പോൾ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻ യൂണിറ്റി കൗൺസിൽ എന്ന് പറയുന്നൊരു കൗൺസിലുണ്ട്. അവർ പറയുന്നത് ഈ ഷേഖ് ഹസീന എന്ന് പറയുന്ന ഭരണാധികാരി അധികാരത്തിൽ വന്നതോടുകൂടി ഇത്രയും നാളുകൾക്കിടയിൽ ഏതാണ്ട് 200 മുതൽ 300 ഹിന്ദു വീടുകളും 15 മുതൽ 20 ക്ഷേത്രങ്ങളും ആക്രമിക്കപ്പെടുകയോ ഡാമേജ് ഉണ്ടാക്കുകയോ ചെയ്തു എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയത് അവാമി ലീഗ് എന്ന് പറയുന്ന ഷേഖ് ഹസീനയുടെ സ്വന്തം പാർട്ടിയിലെ ഗുണ്ടകളാണത്രേ. എന്ന് വെച്ചാൽ ഈ കണക്കുകളൊന്നും നമുക്ക് വലിയ പ്രാധാന്യമായിട്ട് തോന്നില്ല. കാരണം അവിടെ ഈ പേരിന് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയയെന്ന് പണ്ട് ധ്രുവ് റാഠി നമ്മുടെ രാജ്യത്തെ വിശേഷിപ്പിച്ചതുപോലെ അവിടെ നടക്കുന്ന സംഭവങ്ങളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അതൊക്കെ എത്രയോ പരിമിതമാണെന്ന് തോന്നിപ്പോവും. ഇവിടെ ഇടിച്ചു നിരത്തപ്പെട്ട വീടുകൾ തന്നെ ഒരു 15,000-ന് മേലെയെങ്കിലും ഉണ്ടാവും, പല സ്ഥലങ്ങളിൽ നശിപ്പിക്കപ്പെട്ടവയടക്കം. അപ്പോൾ ഇതുപോലെ ഒരു ഭരണ സംഗതികളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ പോയ ഹിന്ദു എഡിറ്റർ വളരെ വ്യക്തമായി ബംഗാളിൽ നടന്ന സംഭവങ്ങളെ ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞിട്ട് ആ മണ്ണിൽ പ്രതലത്തിൽ നടന്ന ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മനോഹരമായി എഴുതുകയുണ്ടായി. ജൂലൈ 20-ാം തീയതി ഒരു ദിവസം സായാഹ്നത്തിൽ മൻസൂർ നഗർ എന്ന് പറയുന്ന ഹൗസിംഗ് എസ്റ്റേറ്റിൽ, അത് ധാക്കയുടെ ഒരു പ്രാന്തപ്രദേശമാണ്, അവിടെ സാധാരണ വസ്ത്രം ധരിച്ച 8-10 ആളുകൾ അവരുടെ വീട്ടിൽ വന്നത്രേ. എന്നിട്ട് അബ്ദുൽ ഖൈർ എന്ന് പറയുന്ന 70 വയസ്സുകാരൻ്റെ വീട്ടിൽ വന്ന് കതവിന് തട്ടി. അദ്ദേഹമാകട്ടെ 1971-ൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ആ ധീരദേശാഭിമാനിയായി വാഴ്ത്തപ്പെട്ട ഒരു യോദ്ധാവാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് 2 ആൺമക്കളെ, ആരിഫ് സുഹൈൽ 27 വയസ്സ്, മുഹമ്മദ് അലി ജൗവൽ എന്ന് പറയുന്ന ഇവരെ 2 പേരെയും വീട് തട്ടി തുറന്ന് അങ്ങ് കൊണ്ടുപോയി. 36 ദിവസത്തോളം അവർ മിസ്ഡായിരുന്നു, എവിടെയാണെന്ന് പോലും അറിയില്ല. 36 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ വിവിധ കോടതികളെ സമീപിച്ചപ്പോൾ അവസാനം ഇവരെ പോലീസിൽ കൊണ്ടുവന്ന് കൊടുത്തു എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ സുഹൈൽ എന്ന് പറയുന്ന ഒരു മകൻ അവിടെ നടന്ന സ്റ്റുഡൻസ് എഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ആ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ആ പങ്കെടുത്ത ആളിനെയാണ് വീട്ടിൽ വന്ന് ഈ പറയുന്നത് പോലെ കൂട്ടി അങ്ങ് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, പിന്നീട് 36 ദിവസങ്ങളിലേക്ക് യാതൊരു വിവരവുമില്ലായിരുന്നു. ഈ വന്നത് പോലീസ് വേഷത്തിലല്ല, അത്തരം കാര്യങ്ങളിലൊന്നുമല്ല. എന്ന് വെച്ചാൽ തുടർച്ചയായ 15 വർഷത്തെ ഭരണം കൊണ്ട് അധികാരത്തിൻ്റെ കേന്ദ്രീകരണത്തിലൂടെ എങ്ങനെ ഒരു ഏകാധിപതിയായി എന്നത് തെളിയിക്കുന്നതാണ് ഈ സംഭവം. ഇതുപോലെയുള്ള ഒരുപാട് ചെറുപ്പക്കാർ ബംഗ്ലാദേശിൽ ഇപ്പോഴും മിസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത്. ഈ കോട്ടാ സമ്പ്രദായം അഥവാ റിസർവേഷൻ 30%, അത് 1971-ൽ പങ്കെടുത്തവരുടെ പട്ടാളക്കാർക്ക് ആദ്യം കൊടുത്തു, അവരുടെ മക്കൾക്ക് കൊടുത്തു, വീണ്ടും അവരുടെ ഗ്രാൻഡ് പേരൻസിന് 2018-ൽ പിൻവലിച്ചിരുന്ന ആ സംഗതി വീണ്ടും 30% കോട്ട കൊടുത്തുകൊണ്ട് റീഇൻസ്റ്റേറ്റ് ചെയ്തപ്പോഴാണ് ഈ ചെറുപ്പക്കാരായ ആളുകൾ ഈ പ്രശ്നവുമായി ഇറങ്ങിയത്. ആ ഇറങ്ങിയവരെ മുഴുവൻ അവാമി ലീഗ് എന്ന് പറയുന്ന ഷേഖ് ഹസീനയുടെ പാർട്ടിയുടെ ഗുണ്ടകൾ അവർ ചേർന്ന് കലാലയങ്ങളിലിട്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലിട്ട് ആക്രമിച്ച് നാശമാക്കി, തകർത്ത് തരിപ്പണമാക്കി എന്നതാണ് ഒരു പ്രധാന സത്യം. 1857-ൽ അവിടെ ഉണ്ടായ ബ്രിട്ടീഷുകാരുടെ ഒരു ഓപ്പറേഷൻ പോലെ തന്നെ ഈ സ്റ്റുഡൻസ് മൂവ്മെൻറ്റ്
ശക്തിപ്പെട്ട് വളരെ ഗൗരവമാംവിധം രൂപപ്പെട്ടു വരികയായിരുന്നു അവകാശങ്ങൾക്ക് വേണ്ടി. ഇത്തരമൊരു സംഗതിയിൽ നിന്നാണ് അവിടെ ഈ സമരവും പ്രക്ഷോഭവും ഒക്കെ ഉണ്ടാവുന്നത്. ഇതിനിടയിൽ പ്രതിപക്ഷ പാർട്ടിയിലെ എല്ലാ നേതാക്കളും ജയിലിലായി. എന്തിന്? മുഹമ്മദ് യൂനിസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ ഇടക്കാല പ്രധാനമന്ത്രി, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്ത അദ്ദേഹം പോലും 8ഓളം കറപ്ഷൻ കേസുകൾ എടുത്ത് ജയിലിൽ അടച്ചു കളഞ്ഞു. ഇത് കേൾക്കുമ്പോൾ വല്ല സമാനതയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യാദൃച്ഛികമായ സാമ്യമല്ല എന്ന് ഞാൻ പറഞ്ഞത്. ഇത് അവിടുത്തെ ഈ രാഷ്ട്രീയ എതിരാളികളുടെ മേൽ, അതോടൊപ്പം തന്നെ മറ്റു മൈനോറിറ്റിയുടെ മേൽ, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ മേൽ ഒക്കെ നടത്തിയ തേർവാഴ്ചയുടെ ഫലമാണ്. തീർന്നില്ല. എല്ലാ വിധേയമാകാത്ത മാധ്യമങ്ങളെയും കഠിനമായ വകുപ്പ് ഉപയോഗിച്ച് ആക്രമിച്ച് കൈകാര്യം ചെയ്തു കളഞ്ഞു. ബംഗ്ലാദേശിലെ 255 മാധ്യമപ്രവർത്തകരെങ്കിലും ജയിലിലായി. അതിൽ 209 ജേർണലിസ്റ്റുകൾ നാഷണൽ ലെവലിൽ തന്നെയുള്ള ഉയർന്ന മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതുമാത്രവുമല്ല, മീഡിയ സ്ഥാപനങ്ങളിൽ 4520 ആളുകൾക്കെതിരെ കേസെടുക്കുകയും 1436 FIR ഫയൽ ചെയ്യുകയും ചെയ്തു. 2018 സെപ്റ്റംബർ 2023 ഇടയിലാണ് ഇത് സംഭവിച്ചത്. നിരവധി ആളുകളെ കൊലപ്പെടുത്തുകയും ഏറ്റുമുട്ടൽ കൊല അടക്കമുള്ള സംഗതികളൊക്കെയും അവിടെ നടത്തി. മാധ്യമങ്ങളുടെ വായും മൂടിക്കെട്ടി. അപ്പോൾ ചുരുക്കത്തിൽ വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുന്നു, ദേശീയത ശക്തിപ്പെടുത്തുന്നു, വർഗീയവാദികളെ തുരത്തുന്നു എന്നൊക്കെയുള്ള മേൽവിലാസത്തിൽ തികഞ്ഞ അരാജകത്വവും ഏകാധിപത്യവും പീഡനങ്ങളും കാടൻ നിയമങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെയാണ് ആ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത്. അങ്ങനെയാണ് നിർവാഹമില്ലാതെ കുട്ടികൾ ഇതിനെ തെരുവിലേക്ക് ഏറ്റെടുത്തത്. അതാണ് അട്ടിമറിയിൽ കലാശിച്ചത്. എന്നുവെച്ചാൽ നമ്മുടെ രാജ്യത്തൊക്കെ പല രൂപത്തിൽ പലയിടങ്ങളിൽ ഒക്കെ രൂപപ്പെട്ടു വരുന്ന പലതിൻ്റെയും കുറച്ചുകൂടി അഗ്രസീവ് വേർഷനിലേക്കാണ് അവിടെ എത്തിയത്. ഇവിടെ പിന്നെ പ്രതിപക്ഷ നേതാക്കളിൽ ചിലരൊക്കെയും പുറത്തുണ്ട്, ആരൊക്കെയോ ഉള്ള അകത്ത്. എന്ന് മാത്രമല്ല, സുപ്രീം കോടതി ഒരു ന്യായമായ അധികാരപ്രയോഗത്തിൻ്റെ സമയം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ആളിക്കത്തി ഇവരെയൊക്കെ പുറത്തു വിടാറുണ്ട്. അവിടെ അങ്ങനെയുമല്ല എന്നാണ് കേൾക്കുന്നത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പോലും ഇപ്പോൾ രാജിവെക്കാൻ ഒരുങ്ങുന്നു എന്ന് ഏറ്റവും ഒടുവിൽ വാർത്ത കേട്ടു. ചിലപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ രാജിവെച്ചിട്ടുണ്ടാവും. ഏതായാലും ഇത്തരമൊരു ദുരന്തമാണ് ബംഗ്ലാദേശിലുണ്ടായത്. ഇപ്പോൾ ഇത് പറയുന്നത് കേട്ടാൽ ഈ അവിടെ കംപ്ലീറ്റ് ന്യൂനപക്ഷങ്ങളെ, ഹിന്ദുക്കളെ എല്ലാം അടിച്ചു കൊല്ലുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു രാജ്യത്ത് മുഴുവൻ അരാജകത്വം ഉണ്ടാവുമ്പോൾ പല സംഭവങ്ങളും ഇതുപോലെ പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവും. ഗസയിൽ കണ്ടില്ലേ, എത്രയോ കുഞ്ഞുങ്ങളെയാണ്, നിരപരാധികളായ കുഞ്ഞുങ്ങളെ ബോംബിട്ട് കൊല്ലുന്നത്. മ്യാൻമറിൽ രോഹിംഗ്യക്കാർ രക്ഷപ്പെട്ടു പോയ ബോട്ടിന് നേരെ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തി 100ഓളം പേരെ കൊല്ലുകയും വെള്ളത്തിൽ മുക്കിക്കളയുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ റിപ്പർക്കഷൻ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കണ്ടില്ലേ. UPയിൽ സഹാറംപൂരിലെങ്ങാണ്ടുള്ള കുടുംബമാണ്, ബംഗ്ലാദേശികളാണെന്നും പറഞ്ഞ് അവരെ കയറി കൈകാര്യം ചെയ്ത് അടിച്ച് നിരപ്പാക്കി കൈകാര്യം ചെയ്തത്രേ. ബംഗ്ലാദേശിൻ്റെ ഇടക്കാല പ്രധാനമന്ത്രി പറഞ്ഞത്, ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളിനെ എന്തെങ്കിലും ചെയ്താൽ താൻ രാജിവെക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് താലി പൊട്ടിച്ച് അവർക്ക് കൊടുക്കുമെന്നും എരുമയെ അഴിച്ച് അവർക്ക് കൊടുക്കുമെന്നും പോത്തിനെ അഴിച്ച് ന്യൂനപക്ഷക്കാർക്ക് കൊടുക്കുമെന്നും ഒക്കെയാണ് ഇലക്ഷൻ പ്രചരണം നടത്തിയത്. അപ്പോൾ പിന്നെ അരാജകത്വം എവിടെയാണെന്നും അന്തഛിദ്രം എവിടെയാണെന്നും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ലല്ലോ. മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും.